സ്റ്റുഡൻസിന് നമ്മൾ JNV സെലക്ഷൻ ടെസ്റ്റ് 2004 വന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2004 പിന്നെ 5, 6 ഒക്കെ. അപ്പം ഇത് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. ഇത് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കണം, കാരണം റിപ്പീറ്റ് ചെയ്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് നല്ല മാർക്ക് മേടിച്ച് പാസ്സാകാനായിട്ട് പറ്റും. മാത്തമാറ്റിക്സിന് സാധാരണ എല്ലാവർക്കും മാർക്ക് കുറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഹൗ മെനി 10 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ ഫ്ലോർ ടൈലാണ് വേണം. നമ്മൾ കണ്ടിട്ടില്ല, നിലത്തൊക്കെ പാകുന്ന ടൈല് കണ്ടിട്ടില്ല. അത് ആർ റിക്വയർഡ് ഫോർ കവറിങ് എ സർഫേസ് ഓഫ് 260 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 120 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്കിവിടെ ഈ ടൈലിൻ്റെ എണ്ണം, അതായത് ഇതുപോലെയുള്ള വലിയൊരു ഫ്ലോറിൽ ഇത്രയും ചെറിയ എത്ര ടൈല് വേണമെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് അതിന് നമ്പർ ഓഫ് ടൈൽസ് കാണാൻ മുമ്പ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നമ്പർ ഓഫ് ടൈൽസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ലെങ്ത് ബ്രെഡ്ത്തോ തന്നിരിക്കുന്നത്, രണ്ടളവ് തന്നിട്ടുള്ളപ്പം ഏരിയ ഓഫ് ഫ്ലോറ്, വലിയ ഫ്ലോറിൻ്റെ ഏരിയ ഓഫ് ദി ഫ്ലോർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ടൈൽ. ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഫ്ലോറിൻ്റെ ഏരിയയെ. 1 ടൈൽ, ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഫ്ലോറിൻ്റെ ഏരിയയെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫ്ലോറിൻ്റെ അപ്പോൾ ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു 260 ഇൻറ്റു 120. ഇതാണ് ഫ്ലോറിൻ്റെ ലെങ്ത് ബ്രെഡ്ത്തും ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 4. രണ്ടും നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്നിരിക്കുന്നതാണ്. അതിനെ മീറ്ററിലോട്ടൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് ചെയ്താൽ മതി. ഇനി 10ൻ്റെ ഒരു 0യും 120യുടെ ഒരു 0യും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ഇനി 4ൽ എത്ര 10 ഇൻറ്റു 4, ഇനി 4ൽ എത്ര 12ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കാം. 3. ഇനി 260 ഇൻറ്റു 3 വരും. 260 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 780. അപ്പോൾ 780 4 ടൈൽസ് വേണം ഈ ഇത്രയും വലിയൊരു ഫീൽഡ് കവർ ചെയ്യാൻ. അതാണ് ഇതിൻ്റെ ആൻസർ. 780 ടൈൽസ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തത് സോപ്പ് കേക്ക് മെഷർ. ഇതാണ് ഒരു സോപ്പ് കേക്ക്. ഇതിൻ്റെ ലെങ്ത് 7 സെൻറ്റിമീറ്റർ, അതിൻ്റെ ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 2.5 സെൻറ്റിമീറ്റർ. ഇതുപോലുള്ള എത്ര സോപ്പ് കേക്കുകൾ, ഹൗ മെനി സോപ്പ് കേസ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ കാർഡ്ബോർഡ്. ഒരു കാർഡ്ബോർഡിനുള്ളിൽ ആ സോപ്പ് കേക്ക് നിറയ്ക്കണം. ഹൂസ് ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ 56 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആൻഡ് 25 സെൻറ്റിമീറ്റർ. നമ്മൾ മുമ്പത്തെ കണക്കിൻ്റെ അകത്ത് നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും ആകണ്ട. ഇവിടെ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാർഡ്ബോർഡ് ബോക്സ്. ഇതാണ് കാർഡ്ബോർഡ് ബോക്സിൻ്റെ ലെങ്ത് 56 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്ററും ഹൈറ്റ് 25 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതുപോലുള്ള കാർഡ്ബോർഡ് ബോക്സിനകത്ത് ഇത്രയും ചെറിയ എത്ര സോപ്പ് കേക്കുകൾ വെക്കാമെന്നാണ് ചോദ്യം. അപ്പം നമ്പർ ഓഫ് സോപ്പ് കേസ് കാണാൻ നമുക്കിവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് സോപ്പ് കേസ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ്, ഇവിടെ ലെങ്ത് ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുള്ളതുകൊണ്ട് വോളിയത്തിനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വോളിയം ഓഫ് ബോക്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോപ്പ്. ബോക്സിൻ്റെ വോളിയത്തെ സോപ്പിൻ്റെ വോളിയം കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ വോളിയം കാണാൻ വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ബോക്സിൻ്റെ വോളിയം കാണാൻ 56 ഇൻറ്റു ബ്രെഡ്ത്ത് 40 ഇൻറ്റു ഹൈറ്റ് 25 ഡിവൈഡഡ് ബൈ സോപ്പിൻ്റെ ലെങ്ത് 7 ഇൻറ്റു 5 ഇൻറ്റു 2.5. അപ്പോൾ പറഞ്ഞാൽ ഡെസിമലിലാണ് തന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഡെസിമൽ മാറ്റണം. ഡെസിമൽ മാറ്റാൻ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അതുകൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? ഈസ് ഈക്വൽ ടു 56 ഇൻറ്റു 40 ഇൻറ്റു 25നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 250 വരും. ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 5 ഇൻറ്റു 2.5നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 250 വരും. ഒരു പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റി പോയിൻ്റ് കൊടുക്കണം. അപ്പോൾ 25 വരും. ഈ 0 നമുക്കങ്ങ് മാറ്റിയേക്കാം, അല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർ ശ്രദ്ധിക്കുക. 7ൻ്റെ ടേബിൾ 56 ആകുന്നിടം വരെ ചെല്ലി നോക്കുക. 8 7s are 56, കണ്ടോ? ഇനി 5ൻ്റെ ടേബിൾ 40 ആകുന്നിടം വരെ ചെല്ലി നോക്കുക. എത്ര വരും? 8 5s are 40. ഇനി 25ൽ 25 1 ടൈം,
ഈ 0 ഇങ്ങോട്ട് കയറ്റി എഴുതിയാൽ 250 25 10 ടൈംസ്. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടിയത് എത്രയൊക്കെയാണ്? 8 × 8 × 10 വരും. 8 × 8 × 10 ഈസ് ഈക്വൽ ടു 8 × 8 × 10. 8 8s are 64. 64 × 10 640. 640 സോപ്പുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും കേട്ട് നിങ്ങൾ പഠിക്കുക. ഇനി അടുത്തത് ഈ സെലക്ഷൻ ടെസ്റ്റ് 2005 വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ മച്ച് ഈസ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ? ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അളവ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വരെയുള്ള വീതി 1 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ നമ്മുടെ വരെയുള്ള ഉയരം 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ. ദെൻ ഇതിൻ്റെ വീതി 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ. ഇതെല്ലാം 3 സെൻറ്റിമീറ്റർ തന്നെ വരും. 3 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. എന്നിട്ടിത് ഒന്നാമത്തെ റെക്റ്റാങ്കിൾ നിന്ന് എടുക്കാം. ഇതിനെ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൽ നിന്ന് എടുക്കാം. ഇതിനെ മൂന്നാമത്തെ റെക്റ്റാങ്കിളിൽ നിന്ന് എടുക്കാം. ഇത് 1, ഇത് 2, ഇത് 3. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഏരിയ കണ്ടിട്ട് ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ, ഒന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുക. ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഇസിക്കൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മളിവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തപ്പോൾ 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എങ്ങനെ വരും? 3 × വീതി 1 ഇസിക്കൽ ടു 3 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി ഏരിയ ഓഫ് സെക്കൻഡ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു 5 × 1 ഈസ് ഈക്വൽ ടു 5. ഇനി തേർഡ് റെക്റ്റാങ്കിളിനും 3 ആണ്. ഏരിയ ഓഫ് തേർഡ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു 3 × 1 ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഇനി ഇതെല്ലാം കൂടി കൂട്ടണം. ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു 3 പ്ലസ് 5 പ്ലസ് 3. 3 പ്ലസ് 5 8, 8 പ്ലസ് 3 11 സെൻറ്റിമീറ്റർ 11 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യനും വീണ്ടും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും മനസ്സിലാകത്തോണ്ട് നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.